പാഠം കാൽ വിരലിൽ വിരിയും കവിത. അന്നുവരെ ഞാൻ എൻ്റെ ശരീരഭാഗങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരുന്നുവോ? ഇല്ല, ഇല്ല തന്നെ. എൻ്റെ ഇടതുകാലിനെക്കുറിച്ചല്ലാതെ, അതിൻ്റെ വിരലുകളിൽ പിടിപ്പിച്ച ബ്രഷും പെൻസിലുമൊക്കെ കൊണ്ട് വരയ്ക്കുന്ന ചിത്രങ്ങളെക്കുറിച്ചല്ലാതെ. അതും ചില ലാൻഡ്സ്കേപ്പുകൾ മാത്രം. അവ തന്നെ എത്ര വികൃതങ്ങളായിരുന്നു! കറുത്തിരുണ്ട് ഉയർന്നു നിൽക്കുന്ന കൂമ്പാരക്കുന്നുകൾ, കനത്തു പടരുന്ന പച്ചപ്പുകൾ, അവയ്ക്കരികിൽ ഒട്ടിച്ചു വെച്ച നീലക്കടൽ. ഒന്നും എന്നെ തൃപ്തിപ്പെടുത്തിയില്ല. പക്ഷേ അവൾ ഡെലാഹണ്ട് എൻ്റെ കൂട്ടുകാരിയായി എത്തിയപ്പോൾ, എൻ്റെ ചിത്രങ്ങളെ പുകഴ്ത്തി പറഞ്ഞപ്പോൾ, അതിൻ്റെ ഓരോ വിശദാംശത്തെയും മാസ്റ്റർ പീസുകളാക്കി എണ്ണിയപ്പോൾ, എൻ്റെ ഹൃദയതാളം ഉയരുന്നത് ആദ്യമായി ഞാൻ കേട്ടു. അതെന്നും തുടിച്ചിരുന്നു എന്നറിഞ്ഞു. എൻ്റെ ചിത്രങ്ങൾ എൻ്റെ മാത്രം തൃപ്തിക്ക് വേണ്ടി, ആഹ്ലാദത്തിന് വേണ്ടിയുള്ളതല്ല. അതെന്നേക്കാൾ മറ്റൊരാൾക്ക് ആനന്ദം നൽകുന്നതാണ്. ആത്മവിശ്വാസം വർദ്ധിച്ചു. എനിക്കും എൻ്റെ ചിത്രങ്ങൾക്കും പ്രാധാന്യമുണ്ട്. ഞാനും മറ്റുള്ളവർക്ക് കൂടി ഉപയോഗപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ബ്രഷുകളും പെൻസിലുകളും ചായങ്ങളുമൊക്കെ നിലത്ത് ക്രമീകരിച്ചു വെച്ചു. അതൊക്കെ ഞാൻ തന്നെ ചെയ്യണം. അക്കാര്യത്തിൽ കുടുംബാംഗങ്ങളെ ആശ്രയിച്ചാൽ ശരിയാവില്ല. അവരെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. അയ്യോ, എനിക്കത് കഴിയില്ലല്ലോ. സെറിബ്രൽ പാൾസി എന്ന ക്രൂരൻ എന്നെ കീഴ്പ്പെടുത്തി ശാരീരിക ചലനങ്ങളെയെല്ലാം തളർത്തിയപ്പോഴും, ആശുപത്രിയിൽ തന്നെ കഴിയണമെന്ന ഡോക്ടർമാരുടെ നിർദ്ദേശം അവഗണിച്ച് എന്നെ പരിചരിക്കുന്ന അമ്മയെയും അച്ഛനെയും കുറ്റപ്പെടുത്തുക? ഇല്ല, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. എൻ്റെ ചിത്രങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ മികവോടെ ചെയ്യാൻ ഞാൻ തന്നെ അവ ക്രമപ്പെടുത്തി വയ്ക്കണം. അച്ഛൻ എന്നെയെടുത്ത് അവയ്ക്ക് നടുവിലിരുത്തും. അന്നൊരിക്കലാണ് സൺഡേ ഇൻഡിപെൻഡൻറ്റിലെ പേജുകൾ ഇടങ്കാൽ കൊണ്ട് മറിക്കുമ്പോൾ ആ അറിയിപ്പ് കണ്ടത്. 12-നും 16-നും ഇടയിലുള്ള കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന ഒരു പെയിൻറ്റിംഗ് മത്സരത്തെക്കുറിച്ചായിരുന്നു അത്. സിൻഡ്രല്ല തൻ്റെ രാജകുമാരനുമൊത്ത് നൃത്തം ചെയ്യുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം. അവർക്ക് ചുറ്റും മറ്റ് നർത്തകരുമുണ്ട്. ആ ചിത്രമാണ് പെയിൻറ് ചെയ്യേണ്ടത്. 12 വയസ്സ് കഴിഞ്ഞ് ഏറെ കാലമാകാത്ത എനിക്ക് മത്സരത്തിൽ പങ്കെടുക്കാം. ശരറാന്തലുകൾക്കു കീഴെ നൃത്തം ചെയ്യുന്ന സിൻഡ്രല്ല എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നു. പെയിൻറ് ചെയ്യാൻ പോകുന്ന ചിത്രം ഞാൻ മനസ്സിൽ കണ്ടു, അതിൻ്റെ എല്ലാ വിശദാംശങ്ങളോടെയും. അത് പ്രസരിപ്പിക്കുന്ന പ്രകാശം, വർണ്ണപ്പൊലിമ, നിറങ്ങളുടെ ഇടം, ചേർച്ച, ലയം എല്ലാം പൂർണ്ണമായ ചിത്രം. ഇനി അതിൻ്റെ പകർപ്പെടുക്കുകയോ വേണ്ടൂ. എങ്കിലും അടുക്കളയിലായിരുന്ന അമ്മയെ ഞാൻ വിളിച്ചു വരുത്തി. പത്രത്തിലെ അറിയിപ്പ് കാണിച്ചു കൊടുത്തു. ചെയ്തു നോക്ക്, അമ്മ പറഞ്ഞു. ഏറ്റവും മികവാർന്ന ചിത്രമാകണമെന്ന് ഇല്ലല്ലോ, ശ്രമിച്ചു നോക്ക്. അന്ന് ഉച്ച കഴിഞ്ഞപ്പോഴേക്കും പെയിൻറ്റിംഗ് പൂർത്തിയാക്കി. സിൻഡ്രല്ലയ്ക്ക് പ്രത്യേകമായ ശ്രദ്ധ ലഭിക്കത്തക്ക നിറങ്ങൾ നൽകി. മനസ്സിൽ കണ്ടതെല്ലാം ക്യാൻവാസിലേക്ക് പരമാവധി ആവാഹിച്ചു കഴിഞ്ഞുവെന്ന് തോന്നി. എൻ്റെ ആഗ്രഹത്തിനൊത്ത് ഇടത് കാലിലെ ബ്രഷ് വഴങ്ങി. ചിത്രത്തിലേക്ക് വീണ്ടും വീണ്ടും നോക്കി. ഇനി ചായം കൊണ്ടൊന്ന് തൊടുക പോലും വേണ്ട. സംതൃപ്തിയോടെ, ചെറിയ ഒരു തളർച്ചയോടെ നിലത്തിരുന്ന ഞാൻ ഡെലയുടെ ശബ്ദം കേട്ടു. അമ്മ അവളോട് പെയിൻറ്റിംഗ് മത്സരത്തെക്കുറിച്ചും ഞാൻ അതിൽ പങ്കെടുക്കാൻ ശ്രമിക്കുന്നതിനെ കുറിച്ചുമൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അതിൽ ആഹ്ലാദത്തിൻ്റെ അനുരണനങ്ങളേക്കാൾ സഹതാപത്തിൻ്റെ അംശമുണ്ടായിരുന്നുവോ? ചിത്രം പൂർത്തിയാക്കിയെങ്കിലും മത്സരത്തിൽ പങ്കെടുക്കാൻ ആ ചിത്രം അയക്കുന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചതേയില്ല. പക്ഷേ ഡെലയുടെ വാക്കുകൾ എനിക്ക് ബലം നൽകി. ചിത്രം തീർച്ചയായും മത്സരത്തിന് അയക്കണം, അവൾ പറഞ്ഞു. അവളുടെ തീരുമാനം എനിക്ക് അന്തിമമായിരുന്നു. പിന്നെ വൈകിയില്ല. ഞാൻ ചിത്രത്തിൽ ചില മിനുക്കുപണികൾ കൂടി നടത്തി. അത് പത്രത്തിലേക്ക് അയക്കാൻ അമ്മയെ ഏൽപ്പിച്ചു. ഓ, അതൊക്കെ വെറുതെ സമയം മെനക്കെടുത്താനായിരിക്കും. എനിക്ക് എവിടെ സമ്മാനം കിട്ടാൻ? ഇല്ല, അതൊന്നും ഉണ്ടാവില്ല. ഡെലയ്ക്കു വേണ്ടി ഞാൻ വരച്ചു, അത്രമാത്രം. ആ വെള്ളിയാഴ്ച ആരോ കതകിന് മുട്ടി. അമ്മ തുണി അലക്കുകയായിരുന്നു. ഞാൻ അടുക്കളയിലെ ഉയർന്ന ഒരു വട്ടമേശയിൽ ഇരുന്ന് പെയിൻറ് ചെയ്യുകയായിരുന്നു. അത് പതിവില്ലാത്തതാണ്. അമ്മ കയ്യിൽ സോപ്പ് പതയുമായി എത്തി. ആരാണ് വന്നതെന്ന് അന്വേഷിച്ചു. വന്നത് പത്രത്തിലെ ഒരു റിപ്പോർട്ടറും ഫോട്ടോഗ്രാഫറുമായിരുന്നു. ഞാൻ എൻ്റെ വളഞ്ഞൊടിഞ്ഞിരുന്നുള്ള പെയിൻറ്റിംഗ് തുടർന്നു. അപ്പോൾ അത് സത്യം തന്നെയാണ്, അവരിൽ ഒരാൾ പറയുന്നത് കേട്ടു. അമ്മയോട് അവർ പലതും ചോദിച്ചറിഞ്ഞു. ഒടുവിൽ ഞാൻ ഇരുന്ന് പെയിൻറ് ചെയ്യുന്നതിൻ്റെ ഫോട്ടോയും എടുത്ത് അവർ പോയി. എൻ്റെ ആദ്യത്തെ ഫോട്ടോഗ്രാഫായിരുന്നു അത്. അടുത്ത ഞായറാഴ്ച ഞാൻ മുകളിലത്തെ നിലയിലെ സോഫയിൽ സുഖമായിരുന്ന് ദിവാസ്വപ്നം കാണുകയായിരുന്നു. അച്ഛനതാ പടികൾ അതിവേഗത്തിൽ ഓടിക്കയറി വരുന്നു. പടി കയറിയ കിതപ്പിനിടയിലും ആ മുഖത്തിൻ്റെ തിളക്കം എനിക്ക് കാണാമായിരുന്നു.
അച്ഛൻ്റെ കണ്ടടങ്ങളിൽ പടർന്നിരുന്ന കറുപ്പ് കാണാനില്ല. അച്ഛൻ എന്നെ പൊക്കിയെടുത്ത് ഏതാണ്ട് ഇരിക്കുന്ന അവസ്ഥയിലാക്കി. നോക്ക് നോക്ക് എടാ, നീ നേടി നോക്ക്. സൺഡേ ഇൻഡിപെൻഡൻറ്റിൻ്റെ ഒരു കോപ്പിയുടെ മധ്യപേജ് അച്ഛൻ എൻ്റെ മുഖത്തിന് മുന്നിൽ നിവർത്തി കാണിച്ചു. അത് സത്യമായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച അവരെടുത്ത എൻ്റെ ഫോട്ടോഗ്രാഫ്. ഷോർട്ട് ട്രൗസറിട്ട ഒരു ചെറിയ കുട്ടി. അവൻ്റെ മെലിഞ്ഞ കാലുകൾ അരയ്ക്ക് താഴെ പിടഞ്ഞു കിടക്കുന്നു. ചലനശേഷിയില്ലാത്ത കൈകൾ ശരീരത്തിൻ്റെ ഇരുവശത്തും പിണഞ്ഞ് ഒട്ടി നിൽക്കുന്നു. അച്ഛൻ എന്നെ താഴത്തെ നിലയിൽ എല്ലാവരും ഇരിക്കുന്നിടത്തേക്ക് എടുത്തുകൊണ്ടുവന്നു. എൻ്റെ വിജയത്തെക്കുറിച്ച് ആഹ്ലാദത്തോടെ സംസാരിച്ചു കൊണ്ടിരുന്നവർ പെട്ടെന്ന് നിശബ്ദരായി. പിന്നെ ആഹ്ലാദത്തിൻ്റെ കയ്യടി ഉയർന്നു. അമ്മ കയ്യിലിരുന്ന കാപ്പിപ്പാത്രം നിലത്തിട്ട് ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. കരച്ചിലും ചിരിയും ചേർന്ന ശബ്ദത്തിൽ മോനേ എന്ന വിളിയോടെ തെരുതെരെ ഇരു കവിളുകളിലും ഉമ്മ വെച്ചു. അല്പം അകലെ നിന്ന് സംതൃപ്തിയോടെ എല്ലാം നോക്കിക്കണ്ട് കണ്ണു നിറയ്ക്കുന്ന ഡെലയുടെ നേർക്ക് ഓടിച്ചെന്ന് നന്ദി പറയാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ.